ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. മക്കളെ, ഈ ഒരു വീഡിയോ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്നത് ഇതുവരെ പഠിക്കാത്ത സോഷ്യൽ സയൻസിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് കുറച്ച് പഠിക്കണം, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പാസ് ആവണം, എങ്ങനെയെങ്കിലും എനിക്കൊരു 10-30 മാർക്കിന് അടുത്ത് എന്ത് ചെയ്യണം, എനിക്ക് സ്കോർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മക്കൾ ഉണ്ടായിരിക്കും. അവരുടെ വിചാരത്തിൽ ഇപ്പൊ അവര് മാത്രമല്ല, മറ്റു ചില ആളുകളുടെ ഞാൻ മുഴുവനും പഠിച്ചിട്ടുണ്ടോ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ, അവയെല്ലാം തന്നെ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ കൺഫ്യൂഷൻ അടിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഇവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ജിയോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ ചാൻസസ് ഉള്ള വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ആദ്യം തന്നെ പഠിച്ചു വെക്കേണ്ടത് നമ്മുടെ ഏറ്റവും അവസാനത്തെ 8th ചാപ്റ്റർ ഉണ്ടല്ലോ, അവിടെ നമ്മൾ നിർബന്ധമായിട്ടും റിസോഴ്സസ് ഉണ്ടല്ലോ മക്കളെ, വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ എന്ന് പറയുന്നത്, അതിൽ എന്ത് ചെയ്യുന്നു, റിന്യൂവബിൾ റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സും നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അതോ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളും തമ്മിലുള്ള കമ്പാരിസൺ, അവ തമ്മിലുള്ള മാറ്റം എന്താണെന്നുള്ള കൃത്യമായിട്ട് മക്കൾ പഠിച്ചു വെക്കണം. റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രാവശ്യം ഉപയോഗിച്ചു അത് എക്സോസ്റ്റഡ് ആവില്ല, അത് നശിച്ചു പോകില്ല. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ആക്ച്വലി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊരിക്കലും നശിച്ചു പോകാത്താണ്. വി ക്യാൻ യൂസ് അഗൈൻ ആൻഡ് അഗൈൻ. അതിനാണ് റിന്യൂവബിൾ റിസോഴ്സ്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവം എന്ന് പറയാം. അതേസമയം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത അഥവാ നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫ് യു ആർ യൂസ് ഇറ്റ് ഷുഡ് ബി എക്സോസ്റ്റഡ്. അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ ഇല്ലാതാവും. ഇതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. റിന്യൂവബിൾ റിസോഴ്സിന് എന്തൊക്കെയാ, സൂര്യപ്രകാശം, കാറ്റ്, ജലം, തിരമാലയൊക്കെയാണ്. സൺലൈറ്റ്, വിൻഡ്, വാട്ടർ, വേവ്സ് ഒക്കെയാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതിന് പെട്രോള്, കോള്, കൽക്കരി പറയാം, സ്വർണം പറയാം, ഗോൾഡ് പറയാം, എല്ലാം തന്നെ നമുക്ക് അതിന്റെ ഉദാഹരണമാണ്. ഇത് നിർബന്ധമായിട്ടും പഠിക്കേണ്ട. അതുപോലെ ഈ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, കോളിനെയും പെട്രോളിയത്തെ കുറിച്ചും അഥവാ നമ്മൾ ഫോസിൽ ഫ്യൂൽസിനെ കുറിച്ച് പഠിക്കുന്നില്ലേ, യെസ്, അതിലെ കോളിനെ അഥവാ കൽക്കരിയെ കുറിച്ച് നമ്മൾ പഠിച്ചു വേണം. കൽക്കരി പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, അത് ഫോസിൽ ഫ്യൂൽ ആണ്, ഫോസിൽ ഇന്ധനമാണ്. കൂടാതെ തന്നെ എന്ത് ചെയ്യുന്നു, ഇറ്റ്സ് ഫ്രം ദ പ്ലാന്റ്സ് റിമൈൻസ്, അഥവാ മരങ്ങളുടെ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഹൈ കാർബൺ കണ്ടന്റ്, നല്ല കാർബൺ അംശം ഉണ്ടായിരിക്കും. അതുപോലെ എന്ത് ചെയ്യുന്നു, അത് ബ്രൗൺ ഓർ ബ്ലാക്ക് കളർ, തവിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ബ്രൗൺ കളറിലായിരിക്കും നമ്മൾ അത് കാണാറുള്ളത്. അത് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ആ കോളിന്റെ ഉപയോഗങ്ങൾ, കോള് കൽക്കരി എന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളത്, അൽഫാം ചുടാൻ, തന്തൂരി ഉണ്ടാക്കാൻ, ഷവർമ ഉണ്ടാക്കാൻ എന്ന് എഴുതി വെക്കരുത്, അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിലപ്പുറമായിട്ട് ഫോർ ദ മെറ്റലറി എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു, ലോഹ സംസ്കരണത്തിന്, ഇരുമ്പൊക്കെ ഉരുക്കാനില്ലേ, ഇരുമ്പൊക്കെ ഉരുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്, കോളാണ്, കൽക്കരിയാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഒരുപാട് കെമിക്കൽസിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മെഡിസിൻസുകളിലെ, ഡൈയില്, പെസ്റ്റിസൈഡ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് റിന്യൂവബിൾ എനർജി, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്റർ. അത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. അങ്ങനെ തന്നെ ഞാൻ പറയുന്ന ഭാഗമാണ് മക്കളെ. അതിൽ ഒന്നാമത്തെ സൗരോർജ്ജമാണ്, സൂര്യപ്രകാശത്തിലുള്ള സോളാർ എനർജി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് സൂര്യപ്രകാശത്തിൽ നിന്നാണ് എടുക്കാറുള്ളത്. 2 തരത്തിലാണ് അവിടെ നമുക്ക് എന്ത് ചെയ്യുക, എനർജി ക്രിയേറ്റ് ചെയ്യാറുള്ളത്, ഫോട്ടോ വോൾക്കാനിക് മെത്തേഡും സോളാർ തെർമൽ മെത്തേഡും. ഈ 2 രീതിയിലാണ് ആക്ച്വലി നമ്മൾ എനർജി എന്ത് ചെയ്യാറുള്ളത്, എടുക്കാറുള്ളത്. അതാണ് നമ്മുടെ സോളാർ എനർജി എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ രണ്ടാമത്തേലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വിൻഡ് ആണ്, കാറ്റ് എന്നാണ്. നമ്മുടെ ഇവിടെ കാറ്റാടി ഉണ്ട്, കണ്ടില്ലേ, ഈ കാറ്റാടി കറങ്ങിയിട്ടാണ്. കാറ്റിന് എന്തുണ്ട് മക്കളെ, കൈനറ്റിക് എനർജി ഉണ്ട്, കാറ്റിന് ഗതികോർജ്ജമുണ്ട്. എന്ന് വെച്ചാൽ കാറ്റടിച്ച് അത് കറങ്ങിക്കോളും. ആ കറക്കുന്നത് ജനറേറ്റർ കറങ്ങിയിട്ടാണ് ആക്ച്വലി ഏത് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ വിൻഡ് എന്നുള്ള എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജിയോ തെർമൽ എനർജി, ഭൗമ താപോർജ്ജം എന്ന് പറയുന്നത് നമ്മുടെ മാഗ്മ റിലീസ് ചെയ്യുന്നുണ്ട്. എവിടുന്ന്, നമ്മുടെ ഭൂമിയുടെ അടിയിൽ നിന്ന് ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്മ വരുന്നുണ്ട്. ഈ മാഗ്മ നല്ല ചൂടുള്ളായിരിക്കും. അവിടെ നിന്നുള്ള ആ ചൂടിനെ നമ്മൾ എടുത്തിട്ടെത്തിയാണ് എനർജി ആക്കിയിട്ട് മാറ്റുന്നതാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടൈഡൽ എനർജി, നമ്മുടെ ഹൈ ടൈഡും ലോ ടൈഡും ഒക്കെ അറിയാലോ, വേലിയേറ്റവും വേലിയിറക്കൊക്കെ. അപ്പൊ ഹൈ ടൈഡും ലോ ടൈഡും ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ ടർബൈൻസ് കറക്കിയിട്ട് എനർജി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ടൈഡൽ എനർജി എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്താണ് നമ്മുടെ ഏറ്റവും അവസാനത്ത് ഒന്നും കൂടി ഉണ്ട്, ബയോ എനർജി, ജൈവോർജ്ജം എന്ന് പറഞ്ഞാൽ ബയോ വേസ്റ്റുകളിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ബയോ വേസ്റ്റ് അത് അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഏറ്റവും അവസാനത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് നമ്മുടെ ഹൈഡ്രജൻ എനർജി എന്ന് പറയുന്നത്. നമ്മുടെ ഫ്യൂച്ചർ എനർജി ഒക്കെ ആയിട്ട് അഥവാ ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എനർജി സോഴ്സ് ആയിട്ടാണ് പറയുന്നത്. കാരണം ഹൈഡ്രജൻ എനർജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, അത് പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നില്ല. കാരണം അതിന്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ട് വരുന്ന എന്താണോ, വാട്ടർ വേപ്പേഴ്സ് അഥവാ ജലബാഷ്പം മാത്രമാണ് വേസ്റ്റ് ആയിട്ട് പുറം തള്ളുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള എനർജിയാണ് ഹൈഡ്രജൻ എന്നുള്ള വലിയ എനർജി എന്ന് പറയുന്നത്. സോ ഇത് കൃത്യമായിട്ട് മക്കൾ വേണം പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ചാപ്റ്റർ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് കയറി വരാം. അടുത്ത ചാപ്റ്ററിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഭാഗം ഒന്ന് സാമ്പത്തിക വികസനം, എക്കണോമിക് ഡെവലപ്മെന്റ്. അറിയാലോ, എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻഡിസസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്നാമത്തെ HDI, ഹ്യൂമൻ ഡെവലപ്മെന്റ്
ഇൻഡെക്സ് അല്ലെ. അതിൽ എച്ച് എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഇതിൽ നമ്മൾ 3 കാര്യത്തെ കുറിച്ചാണ് ഫോക്കസ് ചെയ്യാനുള്ളത്. എച്ച് എന്ന് പറയുന്ന സമയത്ത് മക്കൾ ഓർത്തുക അത് ഹെൽത്ത് ആണ്, ആരോഗ്യമാണ്. ഐ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇൻകം ആണ്, വരുമാനമാണെന്ന് ഓർത്തു വെക്കുക. ഈ ഡിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എഡ്യൂക്കേഷൻ ആണെന്ന് ഓർത്തു വെച്ചാൽ മതി. എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസമാണ് എന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ചാൽ മതി. അത് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ പറയുന്നുണ്ട്. ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ്, എഡ്യൂക്കേഷൻ, GNA ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറയും, അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് എഴുതി വെച്ചാൽ എന്താണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അതുപോലെ നമ്മൾ PQLI ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ്, അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. LEI പ്ലസ് IMI പ്ലസ് BLI ഡിവൈഡഡ് ബൈ 3 എന്നാണ്. LEI എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ്, ആയുർദൈർഘ്യമാണ്. IMI എന്ന് പറഞ്ഞാൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി ഇൻഡെക്സ് അഥവാ ശിശു മരണ നിരക്കാണ്. BLI എന്ന് പറഞ്ഞാൽ ബേസിക് ലിറ്ററസി ഇൻഡെക്സ് ആണ്. എന്ത് ചെയ്യുന്നു, ഇത് നമ്മുടെ ഹെൽത്തിന്റെ ഭാഗമാണ്, ആരോഗ്യത്തിന്റെ ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. ഇതും നമ്മുടെ ഹെൽത്തിന്റെ ഭാഗമാണ്, ആരോഗ്യത്തിന്റെ ഭാഗമാണ്. ഇത് നമ്മുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. അപ്പൊ ഇതിൽ ഏതില്ല മക്കളെ, ഇൻകം വരുന്നില്ല. അതാണ് PQLIയുടെ ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സിന്റെ ഭൗതിക ജീവിത ഗുണനിലവാര സൂചികയുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിൽ ഏതില്ല, നമ്മുടെ ഇൻകം വരുമാനത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും അവസാനത്താണ് SDGs എന്ന് പറയുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. 17 ലക്ഷ്യങ്ങളാണുള്ളത്. അത് ആക്ച്വലി നോക്കുന്ന ആരാണ്, നീതി ആയോഗാണ് 17 ലക്ഷ്യങ്ങളും നോക്കുന്നത്. ഈ 17 ലക്ഷ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 17 ലക്ഷ്യങ്ങളിൽ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്, 17 ലക്ഷ്യങ്ങളെ 3 കാറ്റഗറൈസ് ആയി തരംതിരിച്ചിട്ടുണ്ട്. ആ 3 ശ്രദ്ധിക്കണേ. അതുപോലെ നീതി ആയോഗിലേക്ക് വരുന്ന സമയത്ത് നീതി ആയോഗിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യുന്നു, നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും, മക്കൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. PCI പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് 1950 ക്രിയേറ്റ് ചെയ്ത ആസൂത്രണ കമ്മീഷൻ. അതിന്റെ ഭാഗമായിട്ട് 5 ഇയർ പ്ലാനെ കൊണ്ടുവന്നു. അത് പിന്നീട് എന്ത് ചെയ്തു, 2014 വരെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 2014 വരെ. ആ 2014 ശേഷം 2015 മുതൽ അത് എന്തായിട്ട് മാറി, അത് നീതി ആയോഗ് ആയിട്ട് മാറി. അതെന്തായിട്ട് മാറി മക്കളെ, നീതി ആയോഗ് ആയിട്ട് മാറി എന്നാണ് മക്കൾ പഠിച്ചിട്ടുള്ളത്. സോ ഈ നീതി ആയോഗിന്റെ ഡീറ്റെയിലുകൾ പഠിച്ചു വെക്കണം. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം. ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്നുള്ള ഒബ്ജക്റ്റീവ്സുകൾ ഒന്ന് പഠിച്ചു വെക്കാനുണ്ട്. പിന്നെ സാമ്പത്തിക പരിഷ്കരണം, 1991 സാമ്പത്തിക പരിഷ്കരണത്തിലേക്ക് നയിച്ച കോസസ്, അതിന്റെ കാരണങ്ങൾ പഠിച്ചു വെക്കണം. കാരണങ്ങൾ ഏതൊക്കെയാ, ഒന്ന് നമുക്ക് ഗൾഫ് വാർ ഒക്കെ പറയാം, ഗൾഫ് യുദ്ധം നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഗ്ലോബൽ ക്രൈസിസ്, IMF അഥവാ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും വേൾഡ് ബാങ്കും ഒക്കെ ഉണ്ടാക്കിയ സ്ട്രെസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മാരത്തോണുകളിലും. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ലേൺ വിത്ത് മാസ്റ്റേഴ്സിലൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ചോദ്യങ്ങളുടെ ഒരു ഏരിയ മാത്രമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ മെഗാ മാരത്തോണിന്റെ 7 മണിക്ക് മക്കൾ കൃത്യമായിട്ട് ആ ലൈവിൽ ഉണ്ടായിരിക്കാം. അതിൽ നമ്മൾ ഇതിനൊക്കെ ഡീറ്റെയിൽ വേർഷൻസുകൾ പറയാനുണ്ട്. അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് അവിടെ ഡിസ്കസ് ചെയ്യാറ്. സോ അതുകൊണ്ട് നിങ്ങൾ 7 മണിയുടെ ലൈവിൽ മക്കൾ നിർബന്ധമായിട്ട് എത്തണം, മറക്കരുത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഭാഗമായിട്ട് ഇതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ജസ്റ്റ് നോക്കാം. LPG, നമ്മുടെ എക്കണോമിക് റിഫോംസ് എന്ന് പറഞ്ഞാൽ 3 ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്ന് പറയുന്ന 3 അപ്പൊ 3ന്റെയും ഡീറ്റെയിൽസുകൾ പഠിച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മുടെ നോൺ സെക്ടറിൽ അഗ്രികൾച്ചർ സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇന്ന് എന്ത് ചെയ്തു, ട്രഡീഷണൽ ഫാമിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ സ്മാർട്ട് ഫാമിംഗിലേക്ക് എന്ത് ചെയ്തു മാറി. ഇന്ന് സ്മാർട്ട് കൃഷിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പുതിയ പുതിയ ഡ്രോണുകൾ, അതുപോലെ തന്നെ പുതിയ പുതിയ എക്യുപ്മെന്റ്സുകൾ, സോഫ്റ്റ്വെയറുകൾ, പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നത്. അത് തന്നെയാണ് അതിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത്. ഇൻഡസ്ട്രി ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. കേരള ടുവേഴ്സ് അത് നമ്മൾ മണി ആൻഡ് എക്കോണമി കൂടെ പറയാം. മണി ആൻഡ് എക്കോണമിയുടെ കാര്യത്തിലേക്ക്, അഥവാ പണവും സമ്പദ് വ്യവസ്ഥയും എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ മക്കൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം ഒന്ന് പണത്തിന്റെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ഓഫ് മണിയാണ്. 4 ധർമ്മങ്ങളാണ് നമുക്ക് വരുന്നത്. ഒന്ന് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, വിനിമയ ഉപാധി. 2 മെഷർ ഓഫ് വാല്യൂ, മൂല്യം അളക്കുന്നതിന്റെ ഉപാധി. 3 സ്റ്റോർ ഓഫ് വാല്യൂ, മൂല്യശേഖരണ ഉപാധി. 4 മീൻസ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ്, ഭാവിയിലെ കൊടുക്കൽ വാങ്ങലുകളുടെ ഉപാധിയാണ്. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസ് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. പരീക്ഷയ്ക്ക് 100% ഷുവർ ആയിട്ട് വരുന്ന ചോദ്യമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസുകൾ ഏതൊക്കെ, ചുമതലകൾ ഏതൊക്കെ എന്നുള്ളത്. പ്രിന്റിംഗ് ആൻഡ് ഇൻഷൂറിംഗ് ഓഫ് ദ കറൻസി, നോട്ട് അച്ചടിച്ചിറക്കുക എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് ആണ്. കൺട്രോളിംഗ് ക്രെഡിറ്റ്, വായ്പ നിയന്ത്രിക്കാം. ദെൻ ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു, ആക്ട് ആസ് എ ഗവൺമെന്റ് ബാങ്ക്. ദെൻ വിദേശ കരുതൽ നാണയശേഖരത്തിന്റെ സൂക്ഷിപ്പുകാരനാണ്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ആൻഡ് റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം ഇവയും നടത്തുന്ന ആരാണ്, നമ്മുടെ റിസർവ് ബാങ്ക് ആണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അതുപോലെ അവിടുന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്. 4 തരത്തിലാണ് നിക്ഷേപങ്ങളിൽ. കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ സേവിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയും, സമ്പാദ്യക്ഷേപം. നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിക്ഷേപിക്കുന്നതാണ് സേവിംഗ് ഡെപ്പോസിറ്റ്. ലോ ഇൻട്രസ്റ്റ്, കുറഞ്ഞ പലിശയാണ് ഉണ്ടാവുക. ഇതിന് മുകളിൽ റെസ്ട്രിക്ഷൻസുകൾ ഉണ്ടായിരിക്കും. അതേസമയം കറന്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കറന്റ് നിക്ഷേപം എന്ന് പറയുന്ന ആരാണ്, ബിസിനസ്സുകാർ, കച്ചവടക്കാർ ഉപയോഗിക്കുന്നതാണ്. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ, ഒരു നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കില്ല. 0 ഇൻട്രസ്റ്റ്, ഒരു പലിശ പോലും കിട്ടില്ല. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയും, സ്ഥിര നിക്ഷേപം എന്ന് പറയും, ഏറ്റവും കൂടുതൽ പലിശ കിട്ടുന്നതാണ്. ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മൾ നിക്ഷേപിക്കുന്നതാണ്. ആവർത്തി നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത എമൗണ്ട് വെച്ച് എല്ലാ മാസവും റിപ്പീറ്റ് ചെയ്തിട്ട് നിക്ഷേപിക്കുന്നതാണ്
ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത്. സോ നമ്മൾ 3 ചാപ്റ്ററുകളിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ആക്ച്വലി ഡിസ്കസ് ചെയ്തത്. ഇതുപോലത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരത്തെ മെഗാ മാരത്തോണിൽ മക്കൾക്ക് വന്നാൽ മതി. അവിടെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് തരും. സോ മെഗാ മാരത്തോണിൽ നിങ്ങൾ ഉണ്ടാവും എന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ യെസ് സർ എന്ന് താഴെ കമന്റ് ചെയ്തോടാ.